ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മുടെ ലാപ്ടോപ്പിലോ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലോ എങ്ങനെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. നിങ്ങൾക്ക് അത് ഏറ്റവും എളുപ്പമുള്ള 2 ടൂളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഞാനൊരു വെബ് പേജ് തുറന്നു. ഈ വെബ് പേജിൽ എനിക്ക് ഈ ഒരു ഫോട്ടോ, ഈ ഒരു ഡയഗ്രാം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഈ വെബ് പേജ് എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതിന് ചെയ്യേണ്ടത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കൺട്രോൾ പ്രസ് പ്രിന്റ് സ്ക്രീൻ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ കീ പ്രസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു കീ നമ്മുടെ കീബോർഡിൽ അവൈലബിൾ ആണ്. ആ കീ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ പെയിന്റ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ പെയിന്റ് ഓപ്പൺ ചെയ്യുക. പെയിന്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ കൺട്രോൾ വി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഹോൾ സ്ക്രീൻ എന്താവും, ഇവിടെ പേസ്റ്റ് ആവും. നമുക്ക് ഈ ഫോട്ടോ മാത്രമല്ലേ വേണ്ട, ജസ്റ്റ് നമ്മുടെ സെലക്ഷൻ ടൂൾ എടുക്കുക, ആ ഫോട്ടോ മാത്രം കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കൺട്രോൾ എക്സ് കൊടുക്കുമ്പോൾ അത് കട്ടാവും. കൺട്രോൾ എക്സ് കട്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അത് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുതിയ ഫയൽ എടുക്കുന്നു, കൺട്രോൾ എൻ, പുതിയ ഫയൽ എടുക്കുന്നു. നമ്മൾ ഈ ഫയൽ സേവ് ചെയ്യുന്നില്ല, ഡോണ്ട് സേവ് ചെയ്യണമെങ്കിൽ സേവ് കൊടുക്കാം. നേരെ കൺട്രോൾ വി, നമ്മുടെ ഫയൽ സേവ് ആയി. ആ പിക്ചർ മാത്രം കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പിക്ചർ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ പിക്ചർ കുറച്ച് വലുതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പിക്ചറിൻ്റെ അതേ സൈസിൽ കൊണ്ടെത്തിക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പിക്ചർ ചെറുതാക്കി കൊടുക്കണം, അല്ലേ? കുറച്ച് ചെറുതാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ പിക്ചറിൻ്റെ ആ സെയിം സൈസിൽ എത്താൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ പിക്ചർ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്കത് സേവ് ചെയ്യാനായിട്ട് ഫയൽ സേവ് ആസ്. ഇനി നമുക്ക് എവിടെയാണ് പിക്ചർ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ നെയിം കൊടുത്ത്, ഇത് PNG ആണ്, PNG മാറ്റി നമുക്ക് JPG കൊടുക്കാം. ഓക്കെ, JPG കൊടുക്കാം. അതിൻ്റെ പേര് ഞാൻ കൊടുത്തു സ്ക്രീൻഷോട്ട്. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ നമ്മുടെ വെബ് പേജിൽ നമുക്ക് എവിടെയാണോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് ആ പേജ് ഓപ്പൺ ആക്കുക. നെക്സ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന കീ എന്ത് ചെയ്യുക, ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്യുക. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് പ്രിന്റ് സ്ക്രീൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു പേജ്, ഇപ്പോൾ നമ്മൾ കാണുന്ന പേജ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് പേസ്റ്റ് ചെയ്യണം, അത് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെയിന്റ് ഓപ്പൺ ചെയ്യണം. പെയിന്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഞാൻ നേരത്തെ ഷോർട്ട് കട്ടാണ് പറഞ്ഞത്. ഇനി ഞാൻ ആക്ച്വലി അതിൻ്റെ എങ്ങനെയാണ് കറക്റ്റ് മൗസ് ഉപയോഗിച്ച് ചെയ്യുന്നത് പറഞ്ഞുതരാം. നമ്മുടെ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്തായിരിക്കും, ഫുൾ പേജ് ഇവിടെ വന്നു. നമ്മൾ എന്തെങ്കിലും സെലക്ഷൻ ടൂൾ എടുക്കുന്നു. പല സെലക്ഷൻ മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ എടുക്കാം, അല്ലെങ്കിൽ പല മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഫ്രീ ഫോം എടുക്കാം. നമുക്ക് റെക്റ്റാങ്കിൾ ആയിട്ട് നല്ലത്. റെക്റ്റാങ്കിൾ എടുക്കുന്നു, ഇതാ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ആയി. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ കട്ട് ചെയ്യാം. കണ്ടോ, കട്ട്. ഓക്കെ, എന്നിട്ട് ഇതാ ഫയലിൽ പോയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക, ഡോൺ സേവ് കൊടുക്കുക. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ എന്തായി, ആ പിക്ചർ സേവ് ആയി. ഇതൊരു ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് പോട്ടെ, നമുക്ക് കളയാം, ഡിലീറ്റ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് നമുക്ക് പെയിന്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേറൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ വിൻഡോസ് 7, 8, 10 അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൻ്റെ പേര് സ്നൈപ്പിംഗ് ടൂൾ എന്നാണ്. സ്നൈപ്പിംഗ് ടൂൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്നൈപ്പിംഗ് ടൂൾ. നമ്മൾ ജസ്റ്റ് എന്താ സെർച്ചിൻ്റെ അവിടെ പോയിട്ട് സ്നൈപ്പിംഗ് ടൂൾ എന്ന് ടൈപ്പ് ചെയ്യുക. SNI കണ്ടോ, വന്നു കഴിഞ്ഞു. സ്നൈപ്പിംഗ് ടൂൾ വന്നു കഴിഞ്ഞു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഈ ഒരു ഡയലോഗ് ബോക്സ് കിട്ടും. അതിൽ ന്യൂ എന്ന ഓപ്ഷൻ, നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അതിൽ ന്യൂ എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പല മെത്തേഡ് ഉണ്ട്. വിൻഡോ സ്നിപ്പ് ഉണ്ട്, ഫ്രീ ഫോം സ്ലിപ്പ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യം റെക്റ്റാങ്കിൾ സ്നിപ്പാണ്. ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു എവിടെയാണ് നമ്മുടെ ആ ഒരു ഫയൽ പെട്ടെന്ന് ബ്ലറാവും. നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ കൊണ്ടുവച്ച് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. എത്ര വേണം അത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തുകൊണ്ട്
ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം മാത്രം ഒരു വിൻഡോയിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നു. ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക, സേവ് ആസ് കൊടുത്താൽ മതി. അത് പിക്ചറായിട്ട് തന്നെ സേവ് ആയിക്കോളും. ഇതാ ഞാൻ സേവ് കൊടുക്കുന്നു. അവിടെ സ്ക്രീൻ നമ്പർ 1 കൊടുത്തു. ഓക്കെ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. നമുക്ക് വേറൊന്നും കൂടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്കിതാ ഇത്രയും പോർഷൻ മതി. ഇത്രയും പോർഷനാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ജസ്റ്റ് സ്നൈപ്പിംഗ് ടൂൾ ക്ലിക്ക് ചെയ്യുക, അവിടെ ന്യൂ കൊടുക്കുക. പെട്ടെന്ന് ബ്ലറായി എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ബോക്സ് പോലെ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗം കട്ട് ചെയ്ത് വരും. നമ്മൾ ഫയൽ നിൽക്കുന്നു, സേവ് ആസ് കൊടുക്കുന്നു. അത് ഏത് ഫോർമാറ്റിലാണോ ആ ഫോർമാറ്റിൽ നമുക്ക് സേവ് ചെയ്യാം. 101 നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സേവ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ. മറ്റേതിനേക്കാളും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം? നമ്മുടെ സ്നൈപ്പിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു.